പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഈ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് 2015 പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് സഹകാരികളിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഓരോ വർഷം 3 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നുള്ളത്. അതിൽ 26ാമത്തെ വീടിൻ്റെ നിർമ്മാണമാണ് പാതായിക്കര കോവുലങ്കംപടിയിൽ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകൾ നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ പ്രവർത്തനങ്ങൾ. 2015 പച്ചിരി ഫാറൂഖ് പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതി അദ്ദേഹം ഈ തവണ വീണ്ടും അദ്ദേഹം പ്രസിഡന്റായിരിക്കുമ്പോൾ ഓരോ വർഷം കൃത്യമായിട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. അതിൽ ഈ സാമ്പത്തിക വർഷത്തെ 2ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ നിർവഹിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. കാരണം സർക്കാരിൻ്റെ പദ്ധതി പോലും 400 സ്ക്വയർ ഫീറ്റിന് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. പക്ഷേ ബാങ്ക് 400 സ്ക്വയർ ഫീറ്റിന് 6 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മുഴുവനായിട്ടും വർക്ക് തീർത്തു കൊടുക്കുന്ന എന്താണ് ഇത്തരമൊരു നന്മയ്ക്ക് പ്രചോദനം? പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 2015 ആദ്യത്തെ അന്ന് ഞാൻ പ്രസിഡൻ്റായ സമയത്താണ് ഈ പദ്ധതി തുടക്കം കുറിച്ചത്. അതിന് എനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ പാർട്ടിയാണ്. ഈ പ്രദേശത്ത് മാത്രം 14 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പ്രചോദനം നൽകിയിട്ടാണ് ബാങ്ക് പ്രസിഡൻ്റായിരിക്കെ ഓരോ വർഷവും 3 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അത് ഓരോ വർഷവും 3 വീടുകളാണ്. ഇപ്പോൾ 29ാമത്തെ വീടിൻ്റെ തറക്കല്ലിടലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അത് 60ാം വാർഷികം കൂടിയാണ്. 50ാം വാർഷികം ആഘോഷിച്ചതും ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. അതിനൊരു ഭാഗ്യം കിട്ടിയതും എനിക്കാണ്. ഈ 60ാം വാർഷികം ആഘോഷിക്കാനുള്ളൊരു ഭാഗ്യം കൂടി പ്രസിഡൻ്റായിരിക്കെ എനിക്ക് കിട്ടി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വീടുകളുടെ കൂടെ തന്നെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ ബാങ്കിലെ A ക്ലാസ് മെമ്പർമാർക്ക് 2000 രൂപ വെച്ച് കിഡ്നി രോഗികൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പം ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കൃത്യമായിട്ട് കൊടുത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ 500ഓളം A ക്ലാസ് മെമ്പർമാർക്ക് പെൻഷൻ പദ്ധതി, അതും 2015 അന്ന് ഞാൻ പ്രസിഡന്റാകുമ്പോൾ തന്നെ അതൊക്കെ തുടക്കം കുറിച്ചത്. അത് ഇപ്പോൾ ഏകദേശം 500ഓളം ആളുകളിലെത്തി. 500 രൂപയാണ് അത് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചികിത്സയ്ക്ക് 25,000 രൂപ വെച്ചിട്ട് ക്യാൻസർ, കിഡ്നി, ഹാർട്ട് സംബന്ധമായ രോഗികൾക്ക് 25,000 രൂപ ചികിത്സയ്ക്ക് നൽകി വരുന്നു. അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ഒരു ബാങ്കും ചെയ്യാത്ത കാരുണ്യ പ്രവർത്തനങ്ങളാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികളൊക്കെ ഒരു നിമിത്തം എന്ന പോലെ ഞാൻ പ്രസിഡൻ്റാകുമ്പോഴാണ് ഇതൊക്കെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതൊരു ഭാഗ്യമായിട്ട് കാണും. ഏതായാലും ഇനി ഒട്ടനവധി പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാം. ഇതിനൊക്കെ പിന്തുണ നൽകിയിട്ടുള്ള ഈ പെരിന്തൽമണ്ണയിലെ നല്ലവരായ ആളുകളുടെ പിന്തുണയും പിൻബലവുമാണ് ഇങ്ങനെ നല്ല പദ്ധതികൾ തുടക്കം കുറിക്കാനും നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരുടെയും പിന്തുണയും സഹായവും ഇനിയും ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തിനും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ, അതായത് ഒരു സഹകരണ ബാങ്കിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് കേരളത്തിന് കാണിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണം. ഇന്നിപ്പോൾ ഈ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തത് ഈ നാട്ടിലെ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട്. ബാങ്കിൻ്റെ സെക്രട്ടറി നാസർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർമാരായ സുരാദേവി, സുൽഫത്ത് ബീഗം, റജീന അൻസാർ, പിന്നെ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി തെക്കത്ത് ഉസ്മാൻ, സലാം കുന്നത്ത്, കുഞ്ഞുട്ടി, അസീസ് മൂസ, പിന്നെ കല്ലിടൽ നടത്തിയ തങ്ങൾ, അങ്ങനെ ഈ നാട്ടിലെ പ്രമുഖരായ വ്യക്തികൾ തന്നെ പങ്കെടുത്ത ഒരു പ്രൗഢമായ ചടങ്ങിലാണ് ഈ തറക്കല്ലിടൽ നടന്നത്. ഈ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അർഹരായ ആ ബാങ്കിൻ്റെ A ക്ലാസ് മെമ്പർക്ക് കൈമാറും. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും സമൂഹത്തിന് വേണ്ടി ജീവകാരുണ്യ രംഗത്തും എല്ലാ രംഗത്തും ഉണ്ടാവുമെന്നാണ് ബാങ്ക് പ്രസിഡന്റ് പച്ചിരി ഫാറൂഖ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നീള 24 ലൈൻ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.